നമസ്തേ രഞ്ജിത്ത്. നമുക്കിനി പ്രോസ്പെറിറ്റിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധി അല്ലേ? സമൃദ്ധി ഉണ്ടാവുക, സമ്പന്നമായ ഒരു മനസ്സുണ്ടാകുന്നതും അതൊരു പ്രോസ്പെറിറ്റി തന്നെയാണ്. പണം മാത്രമല്ല പ്രോസ്പെറിറ്റി, അഭിവൃദ്ധി. നമ്മുടെ മനോഭാവം തന്നെയാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വ്യക്തമാക്കുന്നത്. പണമില്ലാത്ത, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. സാമ്പത്തികമായ അവസ്ഥയുടെ പ്രതിഫലനമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളുടെ സാമ്പത്തിക അവസ്ഥ അദ്ദേഹത്തിൻ്റെ പ്രകടമായിരിക്കുന്ന ചലനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എന്ന് നാം അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന്. പിന്നെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ മഹാത്മാ ചോവാക്കോക്സിയുടെ പാഠ്യപദ്ധതികളിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റേതായിട്ടുള്ള അറിവുകളൊന്നുമല്ല ഇത്, അത് ഗുരുവിൽ നിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും ആണ് പറയണത്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ചിലവുകൾ ഒഴിവാക്കണം. എക്സസീവായിട്ട് നമ്മൾ എക്സസീവ് എക്സ്പെൻസസ് ഉണ്ടാക്കരുത്. നമുക്ക് കുറച്ച് പണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മളത് അതിന് കരുതലോട് കൂടി തന്നെ വേണം ചിലവാക്കാൻ. അത് പറയും, നമ്മൾ വളരെ ശക്തമായി ആഗ്രഹിച്ച പിന്നെയും പണം വരില്ലേ? അത് എത്ര പണം വന്നാലും അത് അധികമാവില്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർന്നാലും എല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും നമ്മുടെ ചുറ്റും സഹജീവികളുണ്ട് എന്നുള്ള ഓർമ്മ വേണം. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് അകത്തുകയായിട്ട് ചിന്തിക്കാൻ ആഗ്രഹം ഉണ്ടാവും. സന്തോഷവും തരുന്ന ചിന്തകൾ എന്തായിരിക്കുമെന്നറിയാമോ? നാം ആർക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്, ആ സഹായം കൊണ്ട് ആർക്കൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ സമ്പന്നത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ആ കൊടുക്കും തോറും ഏറിടുന്ന അല്ലേ? അപ്പോൾ കൊടുക്കും തോറും നമ്മളൊരു സീഡുകളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കൊടുക്കും തോറും ധാരാളം വന്നുകൊണ്ടേയിരിക്കും. ദാനം കൊടുക്കുക, ഹു ഈസ് ഡിസർവ്, അങ്ങനെയാണ് പറയുക. അല്ലാതെ എല്ലാവർക്കും ഉള്ളവന് കൊടുത്തിട്ട് അതിനൊക്കെ കൂടുതൽ നമുക്ക് ലഭിക്കാനുള്ളതല്ല. മറിച്ച് സാധാരണക്കാരനും സഹജീവികളായിട്ടുള്ള മനുഷ്യർക്കും കഷ്ടപ്പാടും ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെയാണ് സഹായിക്കേണ്ടത്. ദാറ്റ് വാട്ട് ഐ മീൻ, ഹു ഈസ് ഡിസർവ്, അവർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ അവിടെ എവിടെയും കൊണ്ട് പണം കൊടുത്തിട്ട് സഹായം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം ചോദിക്കണം, എന്തെങ്കിലും തെറ്റായാൽ പണം ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, എന്തെങ്കിലും തെറ്റായാൽ എനിക്കത് ഈ ഒരു ബിസിനസ്സിന് പണം സ്പെൻഡ് ചെയ്യണം, പിന്നെയും ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓർക്കണം, വളരെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു തുടങ്ങിയപ്പോൾ വേറൊരു സ്റ്റെപ്പ് കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ പോകുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം അത് എനിക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കണം. അതിനെക്കുറിച്ചൊരു പ്രാക്ടിക്കൽ അനലൈസേഷൻ നടത്തേണ്ടത്. പണം സ്പെൻഡ് ചെയ്യുമ്പോഴായാലും പണം കൊടുത്ത് നമ്മുടെ സാമ്രാജ്യം വലുതാക്കി എടുക്കുമ്പോഴും നാം അതിനെക്കുറിച്ച് ബോധ്യമായിരിക്കണം. അത് കൃത്യമായ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങളിൽ കൂടെ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. വെറുതെ പ്രകൃതി എല്ലാം തരുമെന്നുള്ള സങ്കല്പത്തിലല്ല ഇരിക്കേണ്ടത്. പ്രകൃതി നമുക്കെല്ലാം തരാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനെ എക്സസീവ്നെസ് ഉണ്ടായാൽ നമുക്ക് ദാരിദ്ര്യം വരും, അനാവശ്യ ചിലവുകൾ. പണം ധാരാളം വരുമ്പോൾ അതിനനുസരിച്ച് പണം ആനന്ദങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ അത് വാരിക്കുരി ചിലവഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അതിനൊക്കെ ആ പാവപ്പെട്ട ഒരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടെന്നും അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ, അതിൽ കുറച്ച് ശതമാനം എടുത്ത് എന്ന് നമ്മൾ ആലോചിക്കണം.
പിന്നെ യഥാർത്ഥ സമൃദ്ധിക്ക് ജ്ഞാനം ആവശ്യമാണ്. അറിവിന് ജ്ഞാനമുണ്ടായിരിക്കണം. അതും ജ്ഞാനം എന്ന വ്യക്തവും ശരിയായ മാർഗങ്ങൾ ചെയ്യുക എന്നതാണ് പ്രാധാന്യം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു സുവ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് കാര്യങ്ങൾ ശരിയായി ചെയ്യാനായിട്ട് അത് സഹായിക്കും, കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രാക്ടിക്കലി അത് കൃത്യമായി അനലൈസ് ചെയ്ത് ഇൻ്റലിജൻറ്റോടുകൂടി ബുദ്ധിപരമായി ആ ജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ട് വേണം. ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണം. പണ്ട് ചില ബിസിനസ്സുകളോ ചില ജോലി മാർഗങ്ങളോ സ്വീകരിച്ചുകൊണ്ട് അവർ സമ്പന്നരായിരുന്നു എന്ന് വെച്ച് അതേ കാര്യം ഈ കാലഘട്ടത്തിൽ ചെയ്താൽ ചിലപ്പോൾ ഫെയിലിയർ ആവാൻ കാരണമാവും. കാരണം അന്നത്തെ കാലഘട്ടങ്ങളല്ല, ഇന്നത്തെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കണം. നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കണം, നാം തന്നെ മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണ്, കണ്ടിന്യൂസ്ലി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടങ്ങളനുസരിച്ച് കാലത്തിന് വേണ്ടി അറിഞ്ഞ് വേണം നമ്മളൊരു കാര്യം സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് നാം പ്രവർത്തിക്കേണ്ടത്, ചെയ്യേണ്ടത്. അത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കുന്നത്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം. ബഡ്ജറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പൈസ എന്തിനൊക്കെ ചിലവാക്കണം, ഇത്ര ശതമാനം ഇന്ന കാര്യങ്ങൾക്ക് മാറ്റി വെക്കണം, ഇത്ര ശതമാനം വേറെ കാര്യങ്ങൾക്ക് മാറ്റി വെക്കണം, ഇത്ര സേവിങ് മിനിമം 30% ഏണിങ്ങിൻ്റെ 30% നമ്മൾ സേവ് ചെയ്യണം. നമുക്ക് 80% മറ്റു പല ആക്ടിവിറ്റീസുകൾക്കും 70%, നോട്ട് 70% നമുക്ക് മറ്റുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക്, നമ്മുടെ സന്തോഷത്തിനും ആനന്ദത്തിനും അതുപോലെ തന്നെ നമുക്ക് നിലനിൽക്കാനും എക്സ്പെൻസുകൾക്കൊക്കെ ഉപയോഗിക്കാം. അതിൽ 10% തീർച്ചയായും കഷ്ടപ്പെടുന്നവർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ഇല്ലായ്മ കൊണ്ട് വിഷമിക്കുന്നവർക്കും 10% നമ്മൾ ഒരാൾക്ക് കൊണ്ട് കൊടുക്കല്ല. ഒട്ടനവധി ഡിവിഷൻസ് ഉണ്ട് അത് ചെയ്യാനായിട്ട്. നമ്മുടെ പാരൻസിന് കൊടുക്കണം, അവർക്ക് പൈസയൊന്നും ആവശ്യമില്ലെങ്കിലും അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ആ 10%. നമുക്കൊരു മാസം 1,00,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിന് 10,000 രൂപ നമ്മൾ ദാനമായിട്ട് കൊടുക്കണം. അതാണ് പ്രകൃതിയുടെ ഏറ്റവും ചെറിയ കണക്ക്. ക്രിസ്ത്യൻ ചർച്ചുകളിലൊക്കെ ദശാംശം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ആളുകൾ ദശാംശം കൊടുക്കുക എന്ന് പറയുമ്പോൾ 10% കൊണ്ട് പള്ളിയിൽ കൊടുക്കലല്ല വേണ്ടത്. പള്ളിയിൽ ഒരു 2% കൊടുക്കണം. പിന്നെ ചുറ്റുമുള്ള സമൂഹത്തിൽ വിഷമിക്കുന്നവരും കഷ്ടപ്പെടുന്നവർക്കും കൊടുക്കണം. പിന്നെ ഗുരുക്കന്മാർക്ക്, അതുപോലെ തന്നെ പിതാക്കന്മാർക്ക്, ബന്ധുജനങ്ങൾക്ക്, ജോലിക്കാർക്ക് ശമ്പളത്തിന് പുറമെ അഡീഷണലായിട്ട് ആ 10% കുറച്ച് പൈസ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള നമ്മെ സഹായിക്കുന്ന ദേവാലയത്തിൽ 2%. അപ്പോൾ ഈ 10% ഡിവൈഡ് ചെയ്ത് പല സെഗ്മെൻറ്റുകളാക്കി തിരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് എങ്ങനെ ശാസ്ത്രീയമായി കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ അർഹതി യോഗ ക്രിയാശക്തി കോഴ്സുകളൊക്കെ വ്യക്തമായി അതിനെ പോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. പ്രോസ്പെരിറ്റി ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പഠിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വന്ന് പഠിക്കണം ഇവിടെ. അപ്പോൾ യഥാർത്ഥ സമൃദ്ധിക്ക് ജ്ഞാനം ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്. അത് സുതാര്യമായി സുവ്യക്തമായി ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിലാണ് പ്രാധാന്യമായിരിക്കുന്നത്. ബഡ്ജറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൃത്യമായ കണക്കുകളുണ്ടായിരിക്കണം. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ പുരോഗതിക്ക് കൃത്യമായ കണക്കുകളില്ലെങ്കിൽ അത് ഈ പ്രകൃതി അത് മനസ്സിലാക്കി അത് നമ്മുടെ ഉയർച്ചയ്ക്ക് അത് ബാലൻസ് കുറയ്ക്കുകയും ചെയ്യും. സാധാരണമായി കടമില്ലാത്ത ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കണം. മാക്സിമം കടങ്ങൾ ഒഴിവാക്കാനുള്ള ജീവിതക്രമമായിരിക്കണം നാം പാലിക്കേണ്ടത്. കടം എപ്പോഴും നമ്മുടെ എനർജിയെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ഡൈനാമിക്സിനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കടമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ആയിരിക്കണം ലക്ഷ്യം. കുറേ ലോണും അതും ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ലോണൊക്കെ എടുത്ത് ഒക്കെ കിട്ടാനുള്ളടന്നൊക്കെ വാരിക്കോരിയെടുത്ത് പിന്നീട് അത് ഒരു വലിയ ബർഡനായി അത് പിന്നെ മനസ്സമാധാനങ്ങളെയും നമ്മുടെ ഊർജ്ജശക്തി കുറയാനുമൊക്കെ കാരണം വരുന്നത് കൊണ്ട് കഴിയുന്നതും കടങ്ങളൊക്കെ എത്രയും വേഗത്തിൽ തീർക്കാനായിട്ടുള്ള
ഒരു രീതി ബുദ്ധിപൂർവ്വം അനലൈസ് ചെയ്ത് ചെയ്യണം. കടത്തിൽ നിന്നും ഫ്രീ ആവുമ്പോൾ, ഡെപ്റ്റുകളിൽ നിന്നും നാം ഒഴിവാക്കപ്പെടുമ്പോൾ നാം കുറേ കൂടി സ്വതന്ത്രരായി ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു വരും. അപ്പോൾ നമ്മൾ നിറഞ്ഞ അഭിവൃദ്ധിയിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സമ്പത്ത് പണത്തിൻ്റെ ഭാഗം മാത്രമല്ല. സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മനോനിലയിലും കൂടെ, അതിൻ്റെ മനോനിലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സമ്പത്ത് അതിനെ കൊണ്ടുപോകുന്ന സമ്പത്തിനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ്. പണമല്ല സമ്പത്ത്. നാം പണത്തെ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കുന്നു, എങ്ങനെ നാം അതിനെ ഗുണപരമായി പ്രകടിപ്പിക്കുന്നു എന്നുള്ള അതാണ് പ്രോസ്പെരിറ്റി. പല ആളുകളും ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ അവർ വളരെ അഭിവൃദ്ധിയിൽ ജീവിക്കുന്നതാണ്. അവർ സാറ്റിസ്ഫൈഡാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് ചെറിയ വരുമാനമുള്ളോ ചെറിയ ജോലിയുള്ളോ, പക്ഷെ അവർ സമ്പന്നരായിട്ട് റിച്ചായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റും. ചില ആളുകൾ സമ്പന്നന്മാരെ പണം ഇഷ്ടം പോലെ അവർക്ക് വന്നു ചേരും, പക്ഷെ അവരപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ പ്രകൃതിയിൽ പിന്നീട് അതിൻ്റെ ഒരു ബൗൺസ് ബാക്കിങ് വരും. ഈ പ്രകൃതിയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവം അത് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പറച്ചിലുകൾ ഒക്കെ ഈ പ്രപഞ്ചം തിരിച്ചറിയുന്നുണ്ട് എന്ന് ഓർക്കുക. നാം ശുദ്ധമായും വ്യക്തമായും നന്മയോടുകൂടിയും മറ്റുള്ളവർക്ക് ദോഷമില്ലാതെയുമാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ, നാം പ്രവർത്തിക്കുന്നതെങ്കിൽ, നാം പറയുന്നതെങ്കിൽ, ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ, ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളെ വലിയൊരു ജീവിതപാതയിലേക്ക്, ഉയർന്ന തലത്തിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ സർവേശ്വരൻ എന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റിച്ച് ആവുക എന്ന് പറഞ്ഞാൽ കുറേ പണം ചാക്കിൽ കെട്ടിവെക്കാമെന്നല്ല. അത് സമ്പന്നമായിട്ട് ഒരാൾ ജീവിക്കുന്നതിനാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. നമസ്തേ. നിറഞ്ഞ അഭിവൃദ്ധിയിൽ സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രകൃതിയിലെ മഹനീയമായി നിൽക്കുന്ന, ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന ഊർജ്ജതത്വങ്ങളുടെയും ഊർജ്ജതന്തുക്കളുടെയും ശക്തി നിങ്ങൾക്ക് ലഭ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കും. നമസ്തേ രഞ്ജിത്ത്. താങ്ക് യു.